ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇഫ്താർ സ്നാക്സ് റെസിപ്പി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നോമ്പിനെന്താന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാം കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ഓലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എനിക്കറിയാവുന്ന ഒരു നല്ലൊരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടേനു, ചോറിൻ്റെ ടൈമിനുള്ള കുറച്ച് പ്ലേറ്റും കാര്യങ്ങളെല്ലാം വെക്കാനെല്ലാം ഉണ്ടേനു, അങ്ങനെയല്ലോ. അപ്പോൾ പ്രോബ്ലംസ് എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വിചാരിച്ച് TV ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അൽ ജസീറ എന്ന് പറയുന്ന ന്യൂസ് ചാനലുണ്ട്, ഇതെല്ലാം കുറച്ച് കണ്ട് പിന്നെ ഞാൻ ദിക്റെല്ലാം വെച്ചിട്ട് എല്ലാം കേട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാന്ന് ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ വെച്ചില്ലേ ചെറിയുള്ളി, ആവശ്യത്തിന് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കട്ടോ. അങ്ങനെ അരച്ചെടുത്ത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് ഇതാ ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നേട്ടാ. എന്നിട്ട് ഞാനിതാ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് അത് ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. എന്നിട്ട് ഇതാ സ്റ്റൗമ്മൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാവുമ്പോണ്ടല്ലോ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതിലോട്ടേക്ക് കടുകുണ്ടല്ലോ അത് ഇട്ടിട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാനേ ചെയ്യുന്നത്. പിന്നെ ഇതാ വെജിറ്റബിൾസ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്നിങ്ങനെ വഴറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ കളർ ചേഞ്ച് വരുന്നത് വരെ ആക്കിയിട്ട് എടുക്കും കേട്ടോ. നെക്സ്റ്റ് ഇതാ എനിക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പുമാവ് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കലാന്ന്. ഇതുണ്ടല്ലോ നിങ്ങൾ വറുക്കുന്നില്ലേ ചെയ്യേണ്ടത്, റോസ്റ്റഡ് ഉപ്പുമാവിൻ്റെ തന്നെയാണ്. ഞാനൊന്നും കൂടി ഞാനൊന്നും കൂടി ആക്കിയെന്ന് മാത്രമല്ല. എന്നിട്ട് ഇതാ ഇതിൻ്റെ അത് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കട്ടോ. എന്നിട്ട് ഇതാ ഇതിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റൗമെന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടോ. കളറൊന്നും ചേഞ്ച് വരാനായിട്ട് പാടില്ല. ഇതാ ഞാൻ സ്റ്റൗമിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ അകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഡ്രൈ മുളകുണ്ടല്ലോ അത് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കലാന്ന്. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചട്നി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ആറാനായിട്ട് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത റവയെല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് ചൂടെല്ലാം ആറിയതിന് ശേഷം ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അതെല്ലാം നിങ്ങളെ ആവശ്യാനുസരണം ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് ടൈം അവിടെ വെക്കാം, ഒരു 15 മിനിറ്റ് ആ ഒരു ടൈമിൽ മതി. എന്നിട്ട് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മളിവിടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്ക് ആവിൻ്റെ തട്ടിലിട്ടിട്ട് ചുട്ടെടുക്കലാണ്. നെക്സ്റ്റ് ഇതാ ഞാനിതാ ചട്നിയിലോട്ടേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാട്ടാ. എന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇത് പുളിപ്പിനുണ്ടല്ലോ പുളിയെല്ലാം ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. എനിക്ക് കുട്ടിയൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അത്ര പുളിപ്പൊന്നും ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലീൻ്റെ തട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ അകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാവുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ഇതുണ്ടല്ലോ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുക്കായിട്ട് വരുമ്പോൾ എടുത്ത് മാറ്റാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ അടിപിടിച്ച പോലെ തോന്നും. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് മൊത്തം ഞാനിതാ ഫിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മാവ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലീൻ്റെ തട്ടുമ്മലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കട്ടോ. ഇത് പ്ലെയിനായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്യാരറ്റൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കല്ലോ അതൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലിയെല്ലാം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് കൂടുതലായിപ്പോയി മാവ് ഒഴിച്ച് കൊടുത്ത്, അതുകൊണ്ട് തന്നെ കാണാൻ അത്ര വലിയ രസമൊന്നുമില്ല.
എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ചൂടെല്ലാം അറിയതിന് ശേഷം ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് കൊടുക്കലാന്ന്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തയ്യാറാവും. നമുക്ക് പെട്ടെന്നെല്ലാം മക്കൾക്ക് സ്കൂളെല്ലാം പോകുന്ന കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് കുറേ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കുട്ടിക്ക് കൊടുക്കലാന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗ് രണ്ടാൾക്കും ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. കാരണം ഉണ്ടല്ലോ എഗ്ഗ് ചില ദിവസങ്ങളിൽ ഓല് കഴിക്കും, അങ്ങനെയല്ലാന്ന് ഓല മൂഡ് പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തേ, അതവർ കഴിച്ചിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. കുറച്ച് ഈദ് ഷോപ്പിംഗ് എല്ലാം ആയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പുറത്തൊന്നും പോകാനായിട്ട് നല്ലതല്ല. എന്നാലും ജസ്റ്റ് നമുക്ക് മക്കൾക്കെല്ലാം ഈദല്ലേ വരുന്നത്, അതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടേനു. നോമ്പ് ഫസ്റ്റ് തന്നെ കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ. 1 മണിയല്ലോ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് ഓല വയറെല്ലാം ഫില്ലാക്കിയിട്ട് വെക്കണമല്ലോ. ഫസ്റ്റ് നമ്മൾ ആറമ്പിയിലേക്കാണ് പോയത്. എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അന്നേരം ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ചല്ല തീരെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ സെൻറ്റർ പോയിന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസുകളെല്ലാം നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എല്ലോ അവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെയല്ലോ മോള് ഭയങ്കരമായിട്ട് കളിയായിരുന്നു. കാരണം ഉണ്ടല്ലോ അവിടുന്ന് ഓൾക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ബാഗ്സ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ട്രോളിയിലേക്ക് ഇടുന്നുണ്ട്. ഈ ഒരു ബാഗ് തന്നെ ഉണ്ടല്ലോ 3 എണ്ണമാറ്റം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടേനു. നല്ല ഇഷ്ടപ്പെട്ട് കുറച്ചെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പർച്ചേസ് ചെയ്തതൊന്നും കാണിക്കുന്നില്ല. ഇൻഷാല്ലാ വേറൊരു വ്ളോഗ്സിൽ ഞാൻ കാണിക്കും. പിന്നെ നമ്മൾ ആറമ്പിയിൽ പോയിട്ടുണ്ടേനു. പിന്നെ കുട്ടികളെല്ലാം നല്ലോണം ടയർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലായിട്ട്